പറയുമ്പോൾ നമുക്ക് ദിൽജിത്തിലേക്ക് തന്നെ പോകാം, തൃശ്ശൂരിലേക്ക് തന്നെ പോകാം. ഏറ്റവും പുതിയ വോട്ടിംഗ് ശതമാനം 9% രേഖപ്പെടുത്തിയിരിക്കുന്നത് ദിൽജിത്ത്. അതായത് കേരളത്തിൽ മലബാറിലും തെക്കൻ കേരളത്തിലും വ്യത്യാസമന്യേ പല ജില്ലകളിലും ഏതാണ്ട് 10.5% കടന്നിരിക്കുന്നു എന്നതാണ് ആദ്യ മണിക്കൂർ പിന്നിടുമ്പോൾ മനസ്സിലാകുന്നത്. 9% തൃശ്ശൂരിൽ. തൃശ്ശൂരിൽ എങ്ങനെയാണ്, മന്ദഗതിയിലാണോ പുരോഗമിക്കുന്നത് പോളിംഗ്? ദിൽജിത്ത്. അജിംഷാദ്, ആദ്യഘട്ടത്തിൽ മഴ വലിയൊരു ആശങ്ക ഉണ്ടാക്കിയിരുന്നെങ്കിലും പിന്നീട് മഴ ശമിച്ചതോടെ കുറഞ്ഞതോടുകൂടി തന്നെ പോളിംഗ് ശതമാനം വീണ്ടും ഉയർന്നു വന്നു. ഇപ്പോൾ ഏകദേശം 9%-ഓളമാണ് പോളിംഗ് എത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് തൃശ്ശൂർ നഗരത്തിലെ തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിലെ തൃശ്ശൂർ നഗരത്തിലെ ഒരു പോളിംഗ് സ്റ്റേഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെയും ധാരാളം പേർ ഇപ്പോഴും ക്യൂ നിൽക്കുകയാണ്. ആദ്യഘട്ടത്തിൽ തന്നെ സ്ത്രീജനങ്ങളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകളാണ് കൂടുതലായും പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ വർഷം ഇത്തവണ 2.25 ലക്ഷത്തോളം പുതിയ വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പുതിയ വോട്ടർമാരെ ഏറ്റവും കൂടുതലായി തന്നെ ബൂത്തുകളിൽ എത്തിക്കാൻ രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ മുന്നണികളും സ്ഥാനാർത്ഥികളും എല്ലാം തന്നെ നേരത്തെ തന്നെ സജീവ പ്രചരണം നടത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായി തന്നെ ആദ്യഘട്ടത്തിൽ ഇപ്പോൾ പോളിംഗ് ആരംഭിച്ചപ്പോൾ തന്നെ യുവജനങ്ങൾ കൂടുതലായി പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതാണ്. പ്രത്യേകിച്ച് തൃശ്ശൂരിൽ 13 നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത്. ഇതിൽ 13 മണ്ഡലങ്ങളിലേക്കായി 100 സ്ഥാനാർത്ഥികളാണ് ഇന്ന് ജനുവരി കേരളം 10.6% പോളിംഗ് ആണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് 10.6% പോളിംഗ് കേരളത്തിലേക്ക് എത്തുന്നു. തൃശ്ശൂർ ജില്ലയിൽ കഴിഞ്ഞ തവണ 74.9% പോളിംഗ്. ഇപ്പോൾ ആദ്യ നിമിഷങ്ങളിൽ 9%. ഒരുപക്ഷെ വയനാട് ഒക്കെ വെച്ച് നോക്കുമ്പോൾ കുറവ് കൂടുതലാണ് എങ്കിൽ പോലും തൃശ്ശൂർ ജില്ലയുടെ സ്വഭാവം കണക്കാക്കുമ്പോൾ ഒരുപക്ഷെ ആദ്യ മണിക്കൂറുകളിൽ മറ്റു ജില്ലയ്ക്കൊപ്പം നിൽക്കേണ്ടതാണ്. ദിൽജിത്തിലേക്ക് തന്നെ പോകാം. ദിൽജിത്ത്, പോളിംഗ് ശതമാനം നീണ്ട ക്യൂ ഇപ്പോഴും ഉണ്ടോ? ദിൽജിത്ത് നിൽക്കുന്ന ബൂത്തുകളിൽ ഒക്കെ എവിടെയാണ് ദിൽജിത്ത് ഇപ്പോൾ നിൽക്കുന്നത്? തീർച്ചയായും നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ നിയോജക മണ്ഡലത്തിലെ പൂങ്കുന്നം ഭാഗത്തുള്ള ഒരു നിർമ്മല മത സ്കൂളിലാണ് നിൽക്കുന്നത്. ഇവിടെ 3 ബൂത്തുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. ഇവിടെ രാവിലെ മുതൽ തന്നെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പ്രത്യേകിച്ച് വാശിയേറിയ പോരാട്ടമാണ് തൃശ്ശൂരിൽ നടക്കുന്നത്. 25 വർഷക്കാലമായി കോൺഗ്രസിലെ തേറമ്പിൽ രാമകൃഷ്ണൻ പ്രതിനിധീകരിക്കുന്ന മണ്ഡലത്തിൽ തേറമ്പിലിനെ മാറ്റി നിർത്തിക്കൊണ്ട് പത്മജ വേണുഗോപാലിനെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ മണ്ഡലം നിലനിർത്തുക എന്നത് ഐ ഗ്രൂപ്പിന്റെ ഒരു അഭിമാന പോരാട്ടമായി തന്നെ അവർ 9% പോളിംഗിലേക്കാണ് തൃശ്ശൂർ ജില്ല എത്തിയിരിക്കുന്നത്. ഏതാണ്ട് കേരളത്തിൽ ഇങ്ങനെയാണ് പോളിംഗ് ശതമാനം ഉയരുന്നത്. ഒരുപക്ഷെ 9.6% കേരളത്തിൽ ആകെ പോളിംഗ് ശതമാനം. 10% കേരളത്തിൽ വോട്ടിംഗ് ആദ്യ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ സ്വാമി കേരളത്തിൽ പോളിംഗ് ശതമാനം 10% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു പക്ഷേ എന്തോ കേരളം കണ്ടിരിക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കാം. ഇരു മുന്നണികളും പ്രതീക്ഷിക്കുന്നത് പോലെ ആർക്കൊപ്പമാകും കേരളം നിൽക്കുക? ഒരു പക്ഷേ നിർണായകമായ പല സാഹചര്യങ്ങൾ, പല രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ വരുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ആദ്യ മണിക്കൂറിൽ ഇങ്ങനെ പുരോഗമിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ കേരളം എന്തോ കണ്ടിരിക്കാം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 75.12% പോളിംഗ്. ആദ്യ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ഇങ്ങനെ ഒരു പോളിംഗ് ശതമാനം വരുമ്പോൾ തീർച്ചയായിട്ടും അതിനെ മറികടക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ലെന്ന് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. തീർച്ചയായും ഇടവേളയിൽ അനിവാര്യമാകുന്നു. 140 മണ്ഡലങ്ങളിലെയും അതാത് നിമിഷങ്ങളിലെ പോളിംഗ് ശതമാനം ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് പീപ്പിൾ ടി വിയും നിങ്ങൾക്കൊപ്പം സഞ്ചരിക്കുകയാണ്. ഓരോ രാഷ്ട്രീയ സ്പന്ദനങ്ങളെയും പോളിംഗ് ശതമാനം അടക്കം നൽകിക്കൊണ്ട് സമഗ്രമായ ചർച്ചകളുമായി പോവുകയാണ് പീപ്പിൾ ടി വി. തീർച്ചയായും വിധി എഴുതി തുടങ്ങുമ്പോൾ കേരളം എങ്ങനെയാണ് കേരളത്തിന്റെ ട്രെൻഡ് ചലിക്കുന്നതെന്ന് പോളിംഗ് ബൂത്തുകളിലെ ശതമാന കണക്കുകളിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാനാകും. ആദ്യ മണിക്കൂർ പിന്നിടുമ്പോൾ ഏതാണ്ട് 10% പിന്നിടുന്ന ഉത്സുകതയാണ് സമ്മതിദായകരിൽ നിന്നും ഇപ്പോൾ ബോധ്യമാകുന്നത്. സോമി, കാസർഗോഡ് ഏതാണ്ട് 11.5% കേരളം എത്തിയിരിക്കുന്നു എന്നത് കൂടി ഏറ്റവും പുതിയതായി നമുക്ക് വിലയിരുത്തേണ്ടതുണ്ട്. കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള വിവരങ്ങളുമായി ചേരുന്നു സണ്ണി ജോസഫ്, നമ്മുടെ പ്രതിനിധി. സണ്ണി, അതായത് 76.3% കഴിഞ്ഞ തവണത്തെ പോളിംഗ് ശതമാനം കാസർഗോഡ്. ആദ്യ മണിക്കൂറിൽ തന്നെ ഇത്തവണ 9.5 എത്തിയിരിക്കുന്നു കാസർഗോഡ് എന്നതാണ് മനസ്സിലാക്കാനാകുന്നത്. എങ്ങനെ പുരോഗമിക്കുന്നു? അവിടെ മഴയുണ്ടോ? നീണ്ട ക്യൂ കാണാമോ? ഒപ്പം എവിടെയാണ് സണ്ണി നിൽക്കുന്നത്? വിവരങ്ങൾ, വിശദാംശങ്ങൾ.
അജിംഷാദ്, ഞാനിപ്പോൾ നിൽക്കുന്നത് കാസർഗോഡ് നഗരത്തിലെ അണങ്കൂർ സ്കൂളിലുള്ള 3 ബൂത്തുകൾക്ക് അടുത്താണ്. ഇവിടെ കാസർഗോഡ് ജില്ലയിൽ രാവിലെ അല്പം മഴയുണ്ടായിരുന്നെങ്കിലും അത് ശക്തിപ്പെട്ടില്ല. ഇപ്പോൾ തെളിഞ്ഞ കാലാവസ്ഥയാണ്. നല്ല നിലയിൽ പോളിംഗ് നടക്കുന്നു. കാസർഗോഡ് ജില്ലയിലെ എല്ലാ 5 മണ്ഡലങ്ങളാണുള്ളത്. മഞ്ചേശ്വരം, കാസർഗോഡ്, ഉദുമ, കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ എന്നീ 5 മണ്ഡലങ്ങളിൽ വീറും വാശിയും ശക്തമായി നിലനിൽക്കുന്ന 5 മണ്ഡലങ്ങളിലും നല്ല നിലയിൽ പോളിംഗ് പുരോഗമിക്കുകയാണ്. ഇപ്പോഴത്തെ നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിച്ച വിവരങ്ങളനുസരിച്ച് ഏതാണ്ട് 11.5% വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഇത് കാണിക്കുന്നത് നല്ല നിലയിൽ പോളിംഗ് പുരോഗമിക്കുന്നു എന്നതാണ്. ഇതുവരെ അനിഷ്ട സംഭവങ്ങളൊന്നും കാസർഗോഡ് ജില്ലയിൽ ഏത് ഭാഗത്തു നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കാസർഗോഡ് മണ്ഡലത്തിൽ പ്രധാനമായിട്ടുള്ള സ്ഥാനാർത്ഥികളെല്ലാം കാസർഗോട്ടെയും മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥികൾ ഇതിനകം വോട്ട് ചെയ്ത് കഴിഞ്ഞു. മഞ്ചേശ്വരത്ത് മത്സരിക്കുന്ന ശക്തമായ മത്സരരംഗത്തുള്ള LDF സ്ഥാനാർത്ഥി CH കുഞ്ഞമ്പു ഞാനീ നിൽക്കുന്ന ബൂത്തിലാണ് വോട്ട് ചെയ്തിട്ട് അല്പം മുമ്പാണ് പോയത്. അതുപോലെ കാസർഗോഡ് UDF സ്ഥാനാർത്ഥി എന്നെ നെല്ലിക്കുന്നിലെ സ്കൂളിലും BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി മഞ്ചേശ്വരം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി കൂടിയായ K സുരേന്ദ്രൻ നെല്ലിക്കുന്നിലെ സ്കൂളിലാണ് വോട്ട് ചെയ്തത്. ഇപ്പോൾ നല്ല നിലയിൽ വോട്ട് പുരോഗമിക്കുന്നു. എന്നാൽ വലിയ ക്യൂ ഒന്നും നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നില്ല. എന്നാൽ ഇടവിടാതെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം. മുഴുവൻ സമയവും ബൂത്തുകൾ സജീവമായി നിൽക്കുന്നു എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. കാസർഗോഡ് ജില്ലയിലെ പൊതുവായ സ്ഥിതി ഇതാണ്. അജിംഷാദ്, അത് തന്നെയാണ്. അതായത് 5 മണ്ഡലങ്ങൾ, മഞ്ചേശ്വരം, കാസർഗോഡ്, ഉദുമ, കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ, വളരെ രാഷ്ട്രീയമായ പ്രാധാന്യം ഒരുപാട് ഉള്ള അല്ലെങ്കിൽ അത്തരം ചരിത്രങ്ങളൊക്കെ ഉള്ള മണ്ഡലങ്ങളാണ്. അവിടെയൊക്കെ എങ്ങനെയാണ് ബൂത്തുകളിലെ നിരകളെ സംബന്ധിച്ച് പറയാനാകുന്നത്? ഈ ഘട്ടത്തിൽ 9.5% പോളിംഗ് ശതമാനം എത്തിയെങ്കിൽ കേരളം ഏതാണ്ട് 11% അടുക്കുന്നു. കേരളം ആദ്യ മണിക്കൂർ പിന്നിടുമ്പോൾ കാസർഗോഡ് നിന്നുള്ള അത്തരം വിവരങ്ങൾ കൂടി സമഗ്രമായി നൽകിയാൽ സണ്ണി. സംസ്ഥാന ശരാശരിയോട് കാസർഗോഡ് എത്തിയിട്ടില്ല. കാരണം കാസർഗോഡ് വളരെ ഗ്രാമീണമായ മേഖലകൾ ഉള്ള പ്രദേശങ്ങളാണ്. യാത്രാ സൗകര്യങ്ങളുടെ പ്രശ്നങ്ങളുണ്ട്. എങ്ങനെയാണെങ്കിലും കാസർഗോഡിൻ്റെ ഒരു പൊതുസ്ഥിതി വെച്ച് നോക്കുമ്പോൾ നല്ല നിലയിലാണ് വോട്ട് പുരോഗമിക്കുന്നത്, പോളിംഗ് പുരോഗമിക്കുന്നത് എന്ന് വേണം വിലയിരുത്താൻ. എന്നാൽ സംസ്ഥാന ശരാശരിയുടെ താഴെയായിട്ടാണ് കാസർഗോഡിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി. എന്നാൽ അപൂർവം ചില ബൂത്തുകളിൽ നല്ല നിലയിൽ പുരോഗമിക്കുന്നുണ്ട്. 10-15% വരെ വോട്ടുകൾ വന്നിട്ടുള്ള ബൂത്തുകൾ നമുക്ക് പല സ്ഥലങ്ങളിലും കാണാൻ വേണ്ടി കഴിയും. പ്രത്യേകിച്ച് നഗരമേഖലകൾ, ഗ്രാമീണ മേഖലയിലും തരക്കേടില്ലാത്ത നിലയിൽ പോളിംഗ് പുരോഗമിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഉദുമ മണ്ഡലത്തിൽ, കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ വീറും വാശിയും നിലനിൽക്കുന്ന 2 പ്രധാന മണ്ഡലങ്ങൾ ഉദുമയും അതുപോലെ മഞ്ചേശ്വരവുമാണ്. മഞ്ചേശ്വരത്തിൽ ശക്തമായ ത്രികോണ മത്സരം നിൽക്കുമ്പോൾ ഉദുമയിൽ LDFും UDFും തമ്മിലുള്ള ശക്തമായ പോരാട്ടമാണ് നടക്കുന്നത്. KPCC ജനറൽ സെക്രട്ടറി K സുധാകരൻ കണ്ണൂരിൽ നിന്ന് കാസർഗോഡ് വന്ന് മണ്ഡലം പിടിച്ചെടുക്കുമെന്ന പ്രഖ്യാപനവുമായി നടക്കുന്ന മത്സരമാണ് ഉദുമയിലേത്. എന്നാൽ സിറ്റിംഗ് MLA K കുഞ്ഞിരാമനാണ് ഉദുമയിൽ ശക്തമായ പോരാളി. ഈ മണ്ഡലത്തിൽ ഇന്നലെ മുതൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിരുന്നു. മദ്യം വിതരണം ചെയ്ത് പിടിക്കപ്പെടുന്ന സംഭവം ഉണ്ടായി. അതുപോലെ തന്നെ നോട്ട് വിതരണം ചെയ്ത് സംബന്ധിച്ചുള്ള ആക്ഷേപം ഉയർന്നു. ഒരു ബാങ്ക് മാനേജറുടെ നേതൃത്വത്തിൽ നോട്ട് ബൂത്തുകളിൽ, ഹരിജൻ കോളനികളിൽ നോട്ട് വിതരണം ചെയ്തു എന്നുള്ള വിഷയങ്ങൾ ഉദുമ മണ്ഡലത്തിൽ സംബന്ധിച്ച് ഉണ്ടായി. അതെല്ലാം പോലീസ് ഇടപെട്ടാണ് പ്രശ്നങ്ങൾ പരിഹരിച്ചത്. എന്നാൽ ഏറ്റവും ശക്തമായൊരു പോരാട്ടം ഇന്നിപ്പോൾ കാസർഗോഡിൽ നടക്കുന്നത് ഉദുമ തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇഞ്ചോടിഞ്ച പോരാട്ടമാണ് മഞ്ചേശ്വരത്ത്. 2006 സാഹചര്യം മഞ്ചേശ്വരം മണ്ഡലത്തിൽ നിലനിൽക്കുന്നതായിട്ടാണ് പൊതുവായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തും ഫലം പ്രവചനാതീതമായിട്ടുള്ള സ്ഥിതിവിശേഷം മഞ്ചേശ്വരത്ത് LDFും UDFും BJPയും തുല്യ നിലയിൽ പോരാടുന്ന മണ്ഡലമാണ്. തീർച്ചയായും സണ്ണി ജോസഫ്, ഇപ്പോൾ നമ്മോടൊപ്പം കോട്ടയത്തു നിന്നും നമ്മുടെ പ്രതിനിധി പ്രശാന്ത് കൂടി ചേരുകയാണ്. പ്രശാന്ത്, എങ്ങനെയാണ് കോട്ടയത്ത്? കഴിഞ്ഞ തവണ കോട്ടയം ഏതാണ്ട് 73.8% ആകെ പോളിംഗ്. അങ്ങനെയാണെങ്കിൽ കോട്ടയത്ത് ആദ്യ മണിക്കൂർ പിന്നിടുമ്പോൾ കേരളത്തിനൊപ്പം ചലിക്കുന്നുണ്ടോ കോട്ടയം? പാല, കടുത്തുരുത്തി, ഒപ്പം പുതുപ്പള്ളി, കാഞ്ഞിരപ്പള്ളി, ഒപ്പം പൂഞ്ഞാർ, വളരെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ എങ്ങനെയാണ് അവിടെ പോളിംഗ് ശതമാനം പുരോഗമിക്കുന്നത്? അജിംഷാദ്, ഇവിടുത്തെ അതായത് കോട്ടയം ജില്ലയിൽ തുടക്കത്തിൽ തന്നെ ചെറിയൊരു മഴയുണ്ടായിരുന്നു. എന്നാൽ അതിനെയെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ പോളിംഗ് ശതമാനം ഉയരുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. 9% പോളിംഗ് ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. കേരളത്തോടൊപ്പം തന്നെ കോട്ടയത്തിൻ്റെയും പോളിംഗ് ശതമാനം ഉയരുന്ന ഒരു കാഴ്ചയാണ് കാണാനാകുന്നത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി 10 മണിയോടുകൂടി അങ്ങാടിയിലെ സെൻറ്റ് ഗ്രിഗോറിയസ് സ്കൂളിൽ വോട്ട് ചെയ്യും. അതുപോലെ തന്നെ വൈക്കം വിഷൻ, LDF കൺവീനർ വൈക്കം വിഷൻ കുടമാളൂർ ഗവൺമെൻറ്
സ്കൂളിലെത്തിയിട്ടുണ്ട്. വോട്ട് ചെയ്യാനായി അദ്ദേഹം ഇപ്പോൾ ക്യൂവിൽ നിൽക്കുകയാണ്. മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വൈസ്കരക്കുന്നിൽ വോട്ട് രേഖപ്പെടുത്തി. പ്രധാനപ്പെട്ട ഒരു പ്രസ്താവന കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ സെന്റ് തെരേസസ്, അതായത് വാഴപ്പള്ളിയിലെ സെന്റ് തെരേസസ് സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മതേതരത്വം സംരക്ഷിക്കാനും ജനാധിപത്യ സംരക്ഷണത്തിനും അനിവാര്യമായിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിനു വേണ്ടിയിട്ടുള്ള സർക്കാരിനെ തിരഞ്ഞെടുക്കാൻ ജനങ്ങൾ തയ്യാറാകണം. അങ്ങനെ ഒരു വിലയിരുത്തൽ ഉണ്ടാകും എന്നാണ് അദ്ദേഹം ഇപ്പോൾ പ്രധാനമായിട്ടും തിരഞ്ഞെടുപ്പ് വോട്ടിന് ശേഷം മാധ്യമപ്രവർത്തകരെ പങ്കുവച്ചിട്ടുള്ളത്. എന്തായാലും കോട്ടയത്ത് ഇപ്പോൾ വളരെ ആശാവഹമായ രീതിയിൽ തന്നെയാണ് പോളിംഗ് പുരോഗമിക്കുന്നത്. എന്തായാലും ഒരു ഉച്ചവരെ നല്ല രീതിയിലുള്ള പോളിംഗ് ഉണ്ടാകും. പിന്നീട് കടുത്ത ഒരു ചൂട്, അങ്ങനെ കാലാവസ്ഥയ്ക്ക് ഒരു വ്യതിയാനം സംഭവിച്ചു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ചെറിയൊരു മെല്ലപ്പോക്ക് ഉണ്ടാകും. അതിനുശേഷവും വീണ്ടും പോളിംഗ് പെർസെൻറ്റേജ് ഉയരും എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ നിഗമനങ്ങളെല്ലാം തന്നെ വന്നിരിക്കുന്നത്. 1.5 മണിക്കൂറിനുള്ളിൽ തന്നെ ഇപ്പോൾ 9% തന്നെ പിന്നിട്ടിരിക്കുന്നു എന്നുള്ളത് വളരെയധികം ആശാകരമായ ഒന്നാണ്. പ്രത്യേകിച്ച് റബ്ബർ പ്രശാന്ത്, അതായത് ഉരുണ്ടുകൂടിയ മേഘങ്ങൾ, രാഷ്ട്രീയം അല്ലാതെ ഉരുണ്ടുകൂടിയ മേഘങ്ങളില്ല കോട്ടയത്തിന് മുകളിൽ എന്ന് തന്നെ പറയാം. അതായത് മഴ ആദ്യഘട്ടത്തിൽ ചെറിയ വില്ലനായി പ്രവേശിച്ചിരുന്നു കോട്ടയത്ത് പോളിംഗ് ബൂത്തുകളിലേക്ക് ജനങ്ങളെ എത്തിക്കാതിരിക്കാൻ. പക്ഷെ അത് മാറി എന്നാണോ പ്രശാന്ത് പറയുന്നത്? നീണ്ട ക്യൂ കാണാമോ ബൂത്തുകളിലൊക്കെ? തീർച്ചയായിട്ടും മിക്ക ബൂത്തുകളിലും ഇപ്പോൾ തിരക്ക് അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. നല്ല ഒരു രീതിയിൽ തന്നെ പോളിംഗ് പുരോഗമിക്കുന്നുണ്ട്. കാരണം ഈ മഴയെല്ലാം തന്നെ കൂസാതെ ഇപ്പോൾ ജനങ്ങൾ വരുന്നു എന്നുള്ളത് വളരെയധികം ആശാവഹമായ ഒന്നാണ്. കാരണം രാവിലെ 1.5 മണിക്കൂറിനകം 9% പോളിംഗ് പിന്നിട്ടിരിക്കുന്നു. ഇനിയും കൂടുതൽ ആളുകൾ, അതായത് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ കൂടുതൽ ആളുകൾ ബൂത്തിലേക്ക് എത്താനുള്ള ശ്രമം ഉണ്ടാകും. കാരണം കടുത്ത ചൂടിനെ എല്ലാം തന്നെ, കാരണം ഒരു ഉച്ചയായി കഴിഞ്ഞാൽ കനത്ത ഒരു ചൂടിലേക്ക് പോകും. കോട്ടയം ജില്ല ചൂടിൻ്റെ കാര്യത്തിൽ വളരെയധികം തന്നെ മുന്നിലാണ്. ഒപ്പം ആ ചൂടിനെ എല്ലാം തന്നെ അവഗണിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് ചൂടും വളരെ ശക്തമായിരിക്കുന്നു എന്നുള്ള സൂചനയാണ് ആദ്യ 1.5 മണിക്കൂർ പിന്നിടുമ്പോൾ കാണാൻ കഴിയുന്നത്. വൈകിട്ടോടടുക്കുമ്പോൾ, അതായത് ഉച്ചയ്ക്ക് ശേഷവും നല്ല രീതിയിലുള്ള പോളിംഗ് ഉണ്ടാകും. എന്തായാലും സജീവ രാഷ്ട്രീയമെല്ലാം ചർച്ച ചെയ്യുന്ന, അല്ലെങ്കിൽ സംസ്ഥാനത്തെ പിടിച്ചുവെക്കുന്ന എല്ലാ രാഷ്ട്രീയമെല്ലാം ചർച്ച ചെയ്യുന്ന പ്രമുഖരുടെ മണ്ഡലങ്ങളെല്ലാം തന്നെ കോട്ടയം ജില്ലയിൽ ഉണ്ട് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം രാഷ്ട്രീയ വീറും വാശിയും തന്നെ ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ കാലാവസ്ഥയെ പോലും അവഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പോളിംഗ് പെർസെൻറ്റേജ് ഉയർച്ചയെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. പ്രശാന്ത്, ഈ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ പുതുപ്പള്ളിയുണ്ട്, കോട്ടയമുണ്ട്, അതുപോലെ തന്നെ കാഞ്ഞിരപ്പള്ളിയുണ്ട്, അങ്ങനെ എല്ലാ തരത്തിലും പൂഞ്ഞാറുണ്ട്, ഇങ്ങനെ എല്ലാ തരത്തിലും ശ്രദ്ധേയമായ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന ഒരു ജില്ല കൂടിയാണ് കോട്ടയം. അത്തരത്തിൽ നോക്കുമ്പോൾ ഈ ആദ്യ മണിക്കൂറിലെ 9% എന്ന് പറയുന്ന പോളിംഗ് എങ്ങനെയാണ് വിലയിരുത്തപ്പെടേണ്ടത് ഈ മണിക്കൂറിൽ? എന്തായാലും സജീവ രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്തിട്ടുള്ള വിഷയങ്ങളോട് കോട്ടയത്തെ ജനങ്ങൾ വളരെയധികം നല്ല രീതിയിൽ പ്രതികരിക്കുന്നു, അല്ലെങ്കിൽ ആ വിഷയത്തെ കോട്ടയത്തെ ജനങ്ങൾ നെഞ്ചേറ്റിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയായിട്ട് വേണം ഇതിനെ കാണാൻ. പ്രത്യേകിച്ച് റബ്ബർ കാർഷിക മേഖലയിലെ വിഷയങ്ങൾ ഏറെ ചർച്ച ചെയ്തിട്ടുണ്ട്. അഴിമതി അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ബാർക്കോഡ് അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇത്തരത്തിൽ അഴിമതി അപ്പുറത്ത് ആരോപണത്തിൻ്റെയും പ്രത്യാരോപണങ്ങളുടെയും എല്ലാം തന്നെ നടുവിൽ നിൽക്കുന്ന ചില നേതാക്കന്മാർ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റുമുട്ടുമ്പോൾ അല്ലെങ്കിൽ മത്സരിക്കുമ്പോൾ കൃത്യമായി ജനങ്ങൾ അതിനുള്ള ഒരു വിധിയെഴുത്ത് നൽകുവാൻ കാത്തിരിക്കുന്നു. അല്ലെങ്കിൽ അത് അനുകൂലമോ പ്രതികൂലമോ ഏത് തരത്തിലാകുമെന്നുള്ളത് 19-ാം തീയതി അറിയാം. പക്ഷേ ജനങ്ങൾ കൃത്യമായി ഈ രാഷ്ട്രീയത്തോട് പ്രതികരിക്കുന്നു എന്നതിൻ്റെ പ്രതിഫലനം കൂടിയാണ്. പ്രത്യേകിച്ച് പൂഞ്ഞാറിലടക്കം പ്രവചനാതീതമായിട്ടുള്ള ഒരു മത്സരമാണ് എന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. പാലായിലാകട്ടെ ഒരു അട്ടിമറി സാധ്യത പോലും നിലനിൽക്കുന്ന തരത്തിലേക്കുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഒപ്പം പുതുപ്പള്ളി, മുഖ്യമന്ത്രിയുടെ സ്വന്തം മണ്ഡലമായ പുതുപ്പള്ളിയിൽ പോലും വളരെയധികം വലിയൊരു രാഷ്ട്രീയ മത്സരം തന്നെയാണ് അദ്ദേഹം നേരിടുന്നത് എന്നുള്ളതിൻ്റെ സൂചനകളാണ്. കാഞ്ഞിരപ്പള്ളിയിലാകട്ടെ റബ്ബർ കർഷകരടക്കം തിങ്ങിപ്പാർക്കുന്ന കാഞ്ഞിരപ്പള്ളിയിൽ അത്തരത്തിലുള്ള കാർഷിക മേഖലയിലെ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു. കടുത്തുരുത്തിയിൽ കേരള കോൺഗ്രസ്സുകാർ തമ്മിൽ ഏറ്റുമുട്ടുന്നു. ചങ്ങനാശ്ശേരിയിലും ഇതേ സ്ഥിതി തന്നെയാണ് നിൽക്കുന്നത്. അങ്ങനെ സമസ്ത മേഖലകളിലും വളരെയധികം രാഷ്ട്രീയപരമായി, അത് യു.ഡി.എഫിന്റെ ഹൃദയഭൂമിയാണെന്ന് അവകാശപ്പെടുമ്പോൾ LDF ശക്തമായ അടവ് പയറ്റിക്കൊണ്ടാണ് ആ മുന്നണിയുടെ പ്രചരണവും മുന്നോട്ട് പോയത്. ഇരു മുന്നണികളും നടത്തിയിട്ടുള്ള അവരുടെ പ്രചരണങ്ങൾ പ്രശാന്ത്, ഏതാണ്ട് 9.5% തന്നെയല്ലേ ഏറ്റവും ഒടുവിൽ കോട്ടയത്ത് നിന്ന് ലഭിക്കുന്നത്? 9% എന്ന് തന്നെയാണ് തീർച്ചപ്പെടുത്താനാകുന്നത്. 9% ആണ് കോട്ടയത്ത് വോട്ടിംഗ് നില എത്തി നിൽക്കുന്നത്. തീർച്ചയായും കേരളം ഏതാണ്ട് 10%-ലധികമായി എത്തിയിരിക്കുന്നു. ആദ്യ 1.5 മണിക്കൂറിലേക്ക് എത്തുമ്പോൾ കേരളം 10.6% എത്തിയിരിക്കുന്നു. അത് 11.5% ഇപ്പോൾ എത്തിയിരിക്കുന്നു. ഈ മണിക്കൂറിൽ ഏറ്റവും പുതുതായി നൽകാൻ കഴിയുന്ന വിവരം കേരളത്തിൽ പോളിംഗ് ശതമാനം 11.5% ആയിരിക്കുന്നു എന്നുള്ളതാണ് അജിംഷാദ്. തീർച്ചയായും വളരെ നിർണായകമാണ്. ആദ്യ 1.5 മണിക്കൂറിലാണ് 11.5 എങ്കിൽ വളരെ ശക്തമായ ഒഴുക്ക്
ബൂത്തുകളിലേക്ക് എത്തുന്നു. കേരളം വിധി എഴുതി തുടങ്ങിയിരിക്കുന്നു എന്നതുകൂടി ഈ ഘട്ടത്തിൽ വായിക്കപ്പെടേണ്ടതുണ്ട്. തീർച്ചയായിട്ടും കേരളം വിധി ഏതാണ്ട് എഴുതുന്നു. 11.5% ആദ്യ 1.5 മണിക്കൂറിൽ കേരളം പോൾ ചെയ്തിരിക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കാം. കാസർഗോഡ് നിന്നും സണ്ണി ജോസഫ് ഞങ്ങളുടെ പ്രതിനിധി കൂടി ചേരുകയാണ്. കാസർഗോഡ് ഏതാണ്ട് 11.5 എത്തിയിരിക്കുന്നു. സണ്ണി, ഒരുപക്ഷെ ഗ്രാമീണ പ്രദേശങ്ങൾ ഒരുപാട് ഉള്ള സ്ഥലമാണ് കാസർഗോഡ്. അങ്ങനെയാണെങ്കിൽ കാസർഗോഡ് 11.5 പോളിംഗ് ശതമാനം 1.5 ഘട്ടത്തിൽ എത്തിയിരിക്കുന്നുവെങ്കിൽ അത് കേരളത്തിന്റെ ട്രെൻഡ് വ്യക്തമാക്കുന്നതാണ്. സണ്ണി, അജിംഷാദ്, കാസർഗോഡിലെ പോളിംഗ് ഉയരുന്നു എന്നതിൻ്റെ അർത്ഥം അത്രയേറെ വീറും വാശിയും ജില്ലയിൽ നടക്കുന്നു എന്നുള്ളതാണ്. കാസർഗോഡ് 5 അസംബ്ലി മണ്ഡലങ്ങളിലും അതിശക്തമായ പോരാട്ടമാണ്. പക്ഷേ താരതമ്യേന 4 മണ്ഡലങ്ങളിലാണ് വേറിട്ട പോരാട്ടം തടസ്സമായിരിക്കുന്നു. ഒരുപക്ഷെ മേഘാമാധവൻ നമ്മോടൊപ്പം ഉണ്ട് എന്ന് തോന്നുന്നു ഈ ഘട്ടത്തിൽ. കോഴിക്കോട് ഇപ്പോൾ 13% പോളിംഗ് ആണ് ഈ 2 മണിക്കൂറിലേക്ക് അടുക്കുമ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായും 11.5% പോളിംഗിലേക്ക് എത്തിയിരിക്കുന്നു കേരളം. കോഴിക്കോടിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഏറ്റവും പുതിയതായി എത്തുമ്പോൾ 13% കോഴിക്കോട്. മേഘാമാധവൻ ചേരുകയാണ്. മേഘ, ദുഃഖകരമായ ഒരു കാര്യം, പേരാമ്പ്രയിൽ ഒരു വോട്ടർ കുഴഞ്ഞു വീണ് മരിച്ചു. വോട്ട് ചെയ്യുന്നതിന് മുമ്പാണോ, ക്യൂ നിൽക്കുമ്പോഴാണോ വീണത്? ആ വിവരങ്ങൾ, ഒപ്പം പോളിംഗ് ശതമാനം സംബന്ധിച്ചു. ജിംഷാദ്, കോഴിക്കോട് നിലവിൽ 13% പോളിംഗ് എത്തിയിരിക്കുന്നു. ഏകദേശം 9 മണിയോട് കാര്യങ്ങൾ അടുക്കുമ്പോൾ ഉയർന്നു തന്നെയാണ് പോളിംഗ് ശതമാനം പോകുന്നത്. 23,59,731 വോട്ടർമാരാണ് കോഴിക്കോട് ജില്ലയിൽ നിലവിൽ ഉള്ളത്. അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ പേരാമ്പ്രയിൽ ഒരു കുഞ്ഞമ്പു ഒരു വോട്ടർ കുഴഞ്ഞു വീണ് മരിക്കുകയുണ്ടായി. വോട്ട് ചെയ്യാനായി ക്യൂവിൽ നിൽക്കുമ്പോഴാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. വളരെ ശക്തമായ പോരാട്ടം തന്നെയാണ് കോഴിക്കോട് ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം 13 നിയമസഭാ മണ്ഡലങ്ങൾ ഉള്ള കോഴിക്കോട് ജില്ല നേരത്തെ തന്നെ കൂടുതലായി ഇടതിനൊപ്പം നിന്ന ജില്ല കൂടിയാണ്. ഇടത് നേരത്തെ തന്നെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്ന ജില്ല കൂടിയാണ് കോഴിക്കോട്. ഇപ്പോൾ 13% പോളിംഗ് എത്തിയിരിക്കുന്നു. ഏകദേശം 9 മണിയാണ് സമയം. 9 മണിയോട് അടുക്കുമ്പോഴാണ് 13% പോളിംഗ് ഉയരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് മുന്നണികൾക്ക് ഏറ്റവും കൂടുതൽ ആശ്വാസം നൽകുന്ന ഒരു കാര്യം കൂടിയാണ് പോളിംഗ് ശതമാനം. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും കൂടുതലായി സ്ത്രീ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുക. അപ്പോൾ ഏകദേശം പോളിംഗ് ശതമാനം ഉയരും എന്ന് തന്നെയാണ്, കൂടുതലാവും എന്ന് തന്നെയാണ്, നമുക്ക് കഴിഞ്ഞ വർഷത്തേക്കാൾ ഉയരും എന്ന് തന്നെയാണ് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുക. അജിംഷാദ്, ഏറ്റവും കൂടുതൽ കന്നി വോട്ടർമാരുടെ സാന്നിധ്യം കൂടുതലുള്ള ഒരു ജില്ല കൂടിയാണ്. അതും നിർണായകമാകും ഫലത്തിൽ. 78,432 കന്നി വോട്ടർമാരാണ് ജില്ലയിലുള്ളത്. നേരത്തെ കുറ്റ്യാടി, വടകര, ഒപ്പം തന്നെ തിക്കോടി മണ്ഡലങ്ങളിൽ യന്ത്ര തകരാറ് മൂലം അല്പസമയം പോളിംഗ് നിർത്തിവെക്കേണ്ടി വന്നിരുന്നു. ഇപ്പോൾ പുനരാരംഭിച്ചു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇത്തവണ 13 മണ്ഡലവും നേടാൻ കഴിയും എന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇടതുമുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. വലതുപക്ഷവും അതേപോലെ തന്നെ പ്രതീക്ഷയിലാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന വടകര മുതൽ തിരുവമ്പാടി വരെ 13 മണ്ഡലങ്ങളാണ് കോഴിക്കോട് ജില്ലയിലുള്ളത്. ഇപ്പോൾ പല സ്ഥലങ്ങളിലും നീണ്ട ക്യൂ തന്നെ കാണാൻ സാധിക്കുന്നുണ്ടോ? സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ വരുന്ന തിരക്ക് ഉച്ചയ്ക്ക് ശേഷമാണെന്ന് മേഘ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. എങ്കിൽ കൂടി സോമി, എല്ലാ പോളിംഗ് ബൂത്തുകളിലും പോളിംഗ് സ്റ്റേഷനുകളിലും വലിയ നിര തന്നെയാണ്, വോട്ടർമാരുടെ വലിയ നിര തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ കാലാവസ്ഥ അനുകൂലമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വോട്ടർമാർ പോളിംഗ് ബൂത്തുകളിലേക്ക്, പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും സ്ത്രീ വോട്ടർമാർ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും പോളിംഗ് ബൂത്തുകളിൽ എത്തുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശക്തമായ പോരാട്ടം കോഴിക്കോട് സൗത്ത് മണ്ഡലം, ഒപ്പം തന്നെ നാദാപുരം, എല്ലായിടങ്ങളിലും ശക്തമായ പോരാട്ടമാണ് കോഴിക്കോട് ജില്ലയിൽ നടക്കുന്നത്. ഒരു മന്ത്രിയുടെയും MLA-യുടെയും സാന്നിധ്യമുള്ള കോഴിക്കോട് സൗത്തിൽ MK മുനീറാണ് UDF-ന്റെ സ്ഥാനാർത്ഥി. അബ്ദുൽ വഹാബാണ്. തീർച്ചയായും മേഘ, ഏതാണ്ട് 13% കോഴിക്കോട് എത്തിയിരിക്കുന്നു. പോളിംഗ് ശതമാനം
ഒരുപക്ഷെ നീണ്ട ക്യൂ ആണ് കേരളത്തിലെ ഒട്ടുമിക്ക ബൂത്തുകളിലും. 21,000-ൽ പരം വരുന്ന കേരളത്തിലെ ബൂത്തുകളിൽ സമ്മതിദാനാവകാശം രേഖപ്പെടുത്താനായി ആദ്യ 1.5 മണിക്കൂറിനുള്ളിൽ നീണ്ട ക്യൂ തന്നെ രേഖപ്പെടുത്തുന്നു. ഒരുപക്ഷെ അത് തന്നെയാണ് 13% കണക്കുകൾ എത്തുമ്പോൾ. ഏതാണ്ട് നമ്മുടെ സ്ക്രീനിൽ തന്നെ കാണാം സോമി, എല്ലാ ജില്ലകളിലും ഏതാണ്ട് 13% എത്തിയിരിക്കുന്നു. ഒപ്പം പാലക്കാട് കനത്ത മഴ, എറണാകുളത്തിന് പുറമെ പാലക്കാട് കനത്ത ചൂടാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെയാണ് നമ്മുടെ ലതീഷ് റിപ്പോർട്ട് ചെയ്തത്. നമ്മുടെ ബ്രേക്കിംഗിൽ പോകുന്നത് പാലക്കാട് കനത്ത മഴ എന്ന് ഞാൻ കണ്ടു. അതാണ് തീർച്ചയായും. ഒരു ഇടവേളയ്ക്ക് പോയി പെട്ടെന്ന് മടങ്ങി. തീർച്ചയായിട്ടും. ശ്രീശാന്ത് ഇടവേളയ്ക്ക് മുമ്പ് നമുക്ക് ശ്രീശാന്ത് വോട്ട് ചെയ്യാൻ പോകുന്നത് കാണാം. തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ശ്രീശാന്ത് തിരുവനന്തപുരം മണ്ഡലത്തിൽ മത്സരിക്കുന്ന NDAയുടെ സ്ഥാനാർത്ഥിയായ ശ്രീശാന്ത്, ക്രിക്കറ്റ് താരം കൂടിയായ ശ്രീശാന്ത് വോട്ട് ചെയ്യാനായി എത്തുന്നു. ഒരുപക്ഷെ സോമി, താരപരിവേഷം സിനിമാ താരങ്ങളിലും മാധ്യമപ്രവർത്തകരിലും മാത്രമല്ല, അതാ ക്രിക്കറ്റ് താരത്തിലും കൂടി ഉള്ള ഒരു അതെ തീർച്ചയായും ഒരുപക്ഷെ ന്യൂ ജനറേഷൻ വോട്ടുകൾ, അതായത് ഓരോ മണ്ഡലത്തെ സംബന്ധിച്ചും വളരെ നിർണായകമായ കന്നി വോട്ടർമാരുണ്ട് സോമി. ഈ ഘട്ടത്തിൽ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ്. അത്തരത്തിലുള്ള കന്നി വോട്ടർമാരുടെ മൈൻഡ് സെറ്റ് ഏത് രീതിയിലാണ്? സോഷ്യൽ മീഡിയയാണ് മിക്കവാറും മുന്നണികളൊക്കെയും പ്രചരണത്തിനായി ഉപയോഗിച്ചതും. അത് ഈ കന്നി വോട്ടർമാരെ കൂടി ലക്ഷ്യം വെച്ചാകാം. ഇപ്പോൾ ദുൽഖർ സൽമാൻ വന്നിട്ട് പറയുകയും ചെയ്തു, എല്ലാ പുതിയ വോട്ടർമാരും യുവാക്കളെ പ്രതിനിധീകരിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്, വോട്ട് ചെയ്യാനായി എത്തണം, അവരവരുടെ സമ്മതിദാനാവകാശം അവർ വിനിയോഗിക്കണം എന്ന് തന്നെ. സ്വാഭാവികമായും അത്തരത്തിലൊരു അരാഷ്ട്രീയ ശ്രീശാന്ത് മാധ്യമങ്ങൾ ശ്രീശാന്തിന്റെ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി പോയതിനു ശേഷം നമുക്ക് ഇടയിലേക്ക് പോകാം. എന്താ പറയുക, നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും, അതും എന്നെ ഹെൽപ്പ് ചെയ്യുന്നു. വളരെ വ്യത്യസ്തമായ ഒരു പുതിയ റോളിലാണ് ഇപ്പോൾ ഈ റോളുമായിട്ട് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കടമ എന്ന്